ചില കുട്ടികൾ ഇങ്ങനെയാണ് ചിന്തിക്കുക, ഒരിക്കൽ എൻ്റെ ഭർത്താവ് നന്നാകും, അപ്പോൾ തൻ്റെ കുട്ടിക്ക് അച്ഛനുണ്ടാകും, തനിക്കൊരു ഭർത്താവുണ്ടാകും, നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ചോദ്യങ്ങൾക്ക് മുന്നിൽ നിന്ന് രക്ഷപ്പെടുകയുമാവാം എന്നൊക്കെ ചിന്തിക്കുന്നവർ. നമ്മുടെ ജീവിതം ഒരു അടിമത്തത്തിനുള്ള കരാറല്ല എന്ന് ഓർത്തു വയ്ക്കുക. വിവാഹം ഒരു തടവറയുമല്ല, അതൊരു തിരഞ്ഞെടുപ്പാണ്. അതിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള തീരുമാനവും ഒരു തിരഞ്ഞെടുപ്പാണ്. ഇന്ന് എൻ്റെ ഒരു ഷോയുമായിട്ട് പോകാനായിട്ടുള്ള പ്രിപ്പറേഷൻ്റെ ഇടയിലാണ് ഞാനൊരു വാർത്ത കണ്ടത്. അതുകൊണ്ടാണ് ഞാൻ ഈ വേഷം ഇട്ടുകൊണ്ട് വീഡിയോ ചെയ്യുന്നത്. അതുല്യ സുരേഷിന് ഏൽക്കേണ്ടി വന്ന കൊടിയ പീഡനവും അതേ തുടർന്നുണ്ടായ ആത്മഹത്യയുമാണ് ഞാൻ കണ്ടത്. ശരീരത്തിലെ ചതവുകളുടെയും മുറിവുകളുടെയും ഒക്കെ പാടുകൾ അതുല്യ തന്നെ മൊബൈലിലോ മറ്റോ പകർത്തിയ ദൃശ്യങ്ങളും കാണാനിടയായി. എനിക്ക് സത്യത്തിൽ തോന്നിയത്, കഴിഞ്ഞ 10 വർഷത്തിൽ കൂടുതലായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഞാൻ ഇട്ടിരിക്കുന്ന വീഡിയോകൾ കുടുംബ ബന്ധത്തെക്കുറിച്ചിട്ടും വിവാഹേതര ബന്ധത്തെക്കുറിച്ചിട്ടും വിവാഹ ബന്ധങ്ങളെക്കുറിച്ചിട്ടും വിവാഹമോചനങ്ങളെക്കുറിച്ചിട്ടുമൊക്കെ ഒരുപാട് പറഞ്ഞിട്ടും കൊല്ലം വിസ്മയ കേസിൽ ഒരു പ്രധാന സാക്ഷിയായി ഞാൻ കോടതിയിൽ കയറി നിന്നതുമൊക്കെ എൻ്റെ മനസ്സിലൂടെ ഇങ്ങനെ കറങ്ങി ഒരു സിനിമ പോലെ പോയി. മരിച്ചു കഴിഞ്ഞിട്ടല്ല നീതി വാങ്ങിക്കൊടുക്കേണ്ടത്. മാതാപിതാക്കളുടെയും ബന്ധുക്കളുടെയും ഒക്കെ കരച്ചിലുകളും സുഹൃത്തുക്കളുടെയൊക്കെ പറച്ചിലുകളും ഒക്കെ ഞാൻ കേട്ടു. ഓരോ പെൺമക്കളും ജീവിച്ചിരിക്കുമ്പോഴാണ് നീതി വാങ്ങിക്കൊടുക്കേണ്ടത് എന്ന പൊതുബോധം പലർക്കും നഷ്ടപ്പെട്ടിരിക്കുന്നു. ഉപദ്രവിച്ചു, പിന്നെ സോറി പറഞ്ഞു, കെട്ടിപ്പിടിച്ചു, വീണ്ടും ശരിയാകുമെന്നൊക്കെ പറഞ്ഞ് വിചാരിച്ച് മക്കളോട് ക്ഷമിക്കാൻ പറയുന്ന മാതാപിതാക്കളാണ് ഇതിൽ തെറ്റുകാർ എന്നൊരു തോന്നൽ. ചിലപ്പോൾ ആയിരിക്കാം, അല്ലായിരിക്കാം. ഇത്രയും ഉപദ്രവിച്ചിട്ടും ആ മകളെ തിരിച്ചു വിളിച്ചില്ലല്ലോ എന്ന് അവൾ എത്ര തവണ നിങ്ങളോട് പറഞ്ഞു കാണും അയാളുടെ ക്രൂരത. ഇനി വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ അവിടെയും എന്തോ സ്നേഹത്തിൻ്റെയോ ഭയത്തിൻ്റെയോ അഭിമാനത്തിൻ്റെയോ ഒക്കെ തകരാർ തമ്മിലുണ്ടാകും എന്നൊരു തോന്നൽ. എപ്പോഴും പറയുന്ന കേൾക്കാം, ഒരു കുഞ്ഞിനും ഇങ്ങനെ സംഭവിക്കരുതേ എന്ന്. ഈ ജാഗ്രത കുറേ മുമ്പേ മാതാപിതാക്കൾ അല്ലെങ്കിൽ കുടുംബം സ്വീകരിച്ചെങ്കിൽ ഈ കുട്ടി അനുഭവിച്ച പീഡനങ്ങൾ മനസ്സിലാക്കിയ സമയത്ത് തന്നെ അവളെ ചേർത്ത് പിടിച്ച് സംരക്ഷിച്ചിരുന്നെങ്കിൽ ഇന്ന് അവളുടെ ജീവിതം ഇങ്ങനെയായി തീരുമായിരുന്നു. വേണ്ടപ്പെട്ടവർ കൃത്യസമയത്ത് ശരിയായ തീരുമാനങ്ങൾ എടുക്കാത്തതിൻ്റെ അനന്തരഫലമാണ് ഇതെല്ലാമെന്നാണ് എൻ്റെ ചിന്ത. കെട്ടിച്ചു വിട്ടാൽ ബാധ്യത തീർന്നുവെന്ന് കരുതുന്ന, കെട്ടിയ വീട്ടിൽ നിന്നും സ്വന്തം വീട്ടിൽ വന്നു നിന്നാൽ നാട്ടുകാരും ബന്ധുക്കളും എന്ത് ചിന്തിക്കുമെന്ന് കരുതുന്ന എല്ലാ രക്ഷിതാക്കൾക്കുമുള്ള ഒരു പാഠമാണിത്. മറ്റൊരു വശം കൂടി ഞാൻ പറയാം. ഈ കുട്ടി തനിക്ക് സംരക്ഷണം തരാത്ത, സ്നേഹിക്കാത്ത ഭർത്താവിൽ നിന്നും മാറി മറ്റൊരു പുരുഷനുമായിട്ട് സ്നേഹിക്കാൻ തുടങ്ങിയെങ്കിൽ എന്നൊന്ന് ആലോചിച്ച് നോക്കിയാൽ അവളെ പൊതുസമൂഹം അവിഹിതത്തിൻ്റെ പേരിൽ നാട് നീളെ പോസ്റ്റൊട്ടിക്കും. ഒരു കമ്പനി സിഇഒയുടെയും സഹപ്രവർത്തകയുടെയും അവിഹിതം സോഷ്യൽ മീഡിയയിൽ ആഘോഷിച്ചത് നമ്മളാരും അങ്ങോട്ട് മറന്നിട്ടില്ല. ഇനി അയാളെ ഉപേക്ഷിച്ചിട്ട് വീട്ടിൽ വന്ന് നിൽക്കാമെന്നോ എനിക്കിനി വിവാഹം വേണ്ട എന്ന് തീരുമാനിച്ചാലോ തുടങ്ങും വീട്ടുകാരും ബന്ധുക്കളും നാട്ടുകാരും. അവളുടെ അഹങ്കാരം, അല്ലാതെ എന്തു പറയാൻ. കുടുംബമായാൽ തട്ടി മുട്ടിയൊക്കെ ഇരിക്കുന്നേ. 2 ലക്ഷം രൂപ സാലറിയുള്ള ചെറുക്കനാണ്, ഇത്തിരി കള്ളു കുടിക്കുമായിരിക്കും. ഇതൊക്കെ ഇപ്പോഴത്തെ ആണുങ്ങളുടെയൊക്കെ രീതിയല്ലേ? പിന്നെ ഒരു തല്ലൊക്കെ കിട്ടുന്നത് നല്ലതാണ് എന്നൊക്കെയുള്ള നിസാരവൽക്കരിക്കൽ ഒരുപാട് പേരുണ്ടാവും. അവിടെയും സ്ത്രീ ഒറ്റപ്പെടുന്നു എന്ന കാര്യം ആരും ഓർക്കാറില്ല. മരിച്ചു കഴിഞ്ഞ് വിലാപവും ചർച്ചയും കണ്ണുനീരും. ഓരോ വിവാഹവും ഒരു ചങ്ങലയുള്ള വിമാനം പറത്തുന്നത് പോലെയാണ്. വിമാനം പറക്കാൻ ശ്രമിക്കുന്നു, പക്ഷേ ചങ്ങലകൾ ഭൂമിയിലേക്ക് ഇങ്ങനെ വലിച്ചടിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. രാമായണത്തിൽ സീതയെ അഗ്നിക്കുള്ളിൽ നിർത്തി വിശ്വാസത തെളിയിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. ഇന്ന് ആ അഗ്നി ഒന്ന് മാറി, പക്ഷേ പരീക്ഷണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. വിവാഹം എന്നത് 2 പൂർണ്ണമായ വ്യക്തികളുടെ സ്വാതന്ത്ര്യപരമായിട്ടുള്ളൊരു തീരുമാനമാകണം, അല്ലാതെ എൻ്റെ ഭർത്താവ് എൻ്റെ ഉടമയാണ് എന്ന തോന്നലല്ല. നമ്മുടെ ജീവിതം ഒരു അടിമത്തത്തിനുള്ള കരാറല്ല എന്ന് ഓർത്തു വയ്ക്കുക. വിവാഹം ഒരു തടവറയുമല്ല, അതൊരു തിരഞ്ഞെടുപ്പാണ്. അതിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള തീരുമാനവും ഒരു തിരഞ്ഞെടുപ്പാണ്. ചങ്ങലയുള്ള വിമാനം തകർക്കുക, അല്ലെങ്കിൽ സ്വതന്ത്രമായി പറക്കുക. ഈ ലൈഫ് വീലിനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ടോ? ലൈഫ് വീൽ എന്നത് ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ വിവിധ മേഖലകളെ ഒരു ചക്രം പോലെ കാണിക്കുന്ന ഒരു ടൂളാണ്. ഇത് വ്യക്തിയുടെ ജീവിതത്തിലെ പ്രധാന മേഖലകളിൽ എത്രമാത്രം തൃപ്തിയുള്ളതാണ്, സംതൃപ്തിയുള്ളതാണെന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അവയിൽ എവിടെ മെച്ചപ്പെടുത്തലുകൾ ആവശ്യമാണെന്ന് കണ്ടെത്താനായിട്ടൊക്കെ സഹായിക്കുന്ന ഒന്നാണ്. അതിൽ പ്രധാനമായിട്ട് നമ്മളെല്ലാവരും ഓർത്ത് വയ്ക്കേണ്ട കാര്യം ആരോഗ്യവും ഫിറ്റ്നസ്സും കുടുംബവും ബന്ധങ്ങളും കരിയറും ജോലിയും സാമ്പത്തികം വ്യക്തി വളർച്ച
വിനോദം, വിനോദസഞ്ചാരം, മാനസിക ആരോഗ്യങ്ങൾ അല്ലെങ്കിൽ സാമൂഹിക ബന്ധങ്ങൾ, ഇതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ ജീവിതത്തെ മാറ്റിമറിക്കും. ചിലപ്പോഴത് പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ ചിലതിനെ നെഗറ്റീവായിട്ട്. ചില കുട്ടികൾ ഇങ്ങനെയാണ് ചിന്തിക്കുക, ഒരിക്കൽ എൻ്റെ ഭർത്താവ് നന്നാകും, അപ്പോൾ തൻ്റെ കുട്ടിക്ക് അച്ഛനുണ്ടാകും, തനിക്കൊരു ഭർത്താവുണ്ടാകും, നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ചോദ്യങ്ങൾക്ക് മുന്നിൽ നിന്ന് രക്ഷപ്പെടുകയുമാവാം എന്നൊക്കെ ചിന്തിക്കുന്നവർ. നഷ്ടം ആ 10 വയസ്സുകാരി മകൾക്കും അച്ഛനമ്മമാർക്കും സഹോദരങ്ങൾക്കുമാണ്. മറ്റുള്ളവരുടെ ജീവിതം നമുക്ക് വെറും ഒരു വാർത്ത മാത്രമാണ്. ഇത്തരം സംഭവങ്ങൾ നമ്മുടെ വീടുകളിൽ അനുഭവിക്കുമ്പോൾ മാത്രമാണ് അതിൻ്റെ യഥാർത്ഥ പെയിൻ നമുക്ക് അനുഭവിക്കാൻ സാധിക്കുക. വിവാഹമോചനമാണെങ്കിൽ അത് നേടി സന്തോഷമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. തിങ്ക് പോസിറ്റീവ്. ഹാവ് എ ഗ്രേറ്റ് ഡേ. ബൈ.